സ്ലോവേനിയ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയുടെ ജന്മനാടാണത്. ഒരു ചെറിയ ടൈനി കൺട്രി എന്നൊക്കെ പറയാം, മുറിഞ്ഞു പോയ രാജ്യം. അവർ എടുത്തൊരു ഡിസിഷൻ നെതന്യാഹുവിനെ ബാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. കാരണം അവർ ICC റോം കൺവെൻഷൻ ഒപ്പിട്ട രാജ്യമായതുകൊണ്ട് ICC ബൗണ്ടാണ്. അവർ നെതന്യാഹു വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഒരു ചെറിയ രാജ്യമാണ്, ജനസംഖ്യ തീരെ കുറവാണ്, ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യമാണ്. ഇന്ന് ഹാരിറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇതാണ്: സ്ലോവേനിയയുടെ തീരുമാനം എത്രമാത്രം വലിയ തിരിച്ചടിയാണ്. സ്പെയിൻ അതുപോലെ UK ഒക്കെ ഫലസ്തീൻ അംഗീകരിക്കുകയും ഫലസ്തീനോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ICC വാറണ്ട് അനുസരിച്ച് ഇയാൾ അറസ്റ്റ് ചെയ്യുമെന്നൊരു കുഞ്ഞു രാജ്യം പ്രഖ്യാപിക്കുമ്പോൾ അത് ഇസ്രായേൽ വലിയ ചർച്ചയാവുകയാണ്. സ്ലോവേനിയ ഭരിക്കുന്നത് ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയാണ്. അതിൽ അവരുടെ കോയലിഷനിൽ ലെഫ്റ്റ് പാർട്ടികളുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട യാതൊരു കാര്യമില്ല. എന്ന് മാത്രമല്ല, അവിടെ ശക്തമായ വലതുപക്ഷമുണ്ട്. അവിടുത്തെ പ്രതിപക്ഷത്ത് വലതുപക്ഷ പാർട്ടികളാണ്, ശക്തമായ വലതുപക്ഷമുള്ളൊരു പാർട്ടിയാണ്. ഈ കഴിഞ്ഞ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കായിരുന്നു മുൻതൂക്കം. ഒരു വലതുപക്ഷ മുൻതൂക്കമുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുള്ളൊരു രാജ്യത്ത് നിന്നിട്ട് ഒരു രാജ്യം തീരുമാനം എടുക്കുകയാണ് നെതന്യാഹുവിനെ ബാൻ ചെയ്യുക എന്നുള്ളത്. ജനങ്ങൾ ഫലസ്തീനോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം വരുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ജനങ്ങളെല്ലാം ഇടതുപക്ഷക്കാരോ പുരോഗമനവാദികളോ ഒന്നും ആവണമെന്നില്ല. ഇവർ ചിലപ്പോൾ വലതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ ഒരു ട്രെൻഡ് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ കഴിഞ്ഞ 10-80 വർഷമായിട്ട് ഉണ്ടായിട്ടേ ഇല്ല.